മല്ലികാർജുന ക്ഷേത്രത്തിലെ ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നഗരത്തിൽ ഭക്തിയുടെ ഉത്സവം തീർത്തു. വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും വേഷങ്ങളും അണിനിരന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ ശ്രീലക്ഷ്മി സരോവരത്തിൽ നിമജ്ജന ചടങ്ങുകൾ നടന്നു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം. ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ. ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കോൺടാക്ട് 8547508088. സാർവജനിക ഗണേശോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. 70-ാം വർഷമായതിനാൽ സപ്തതി മഹോത്സവമായി വിവിധ വൈദിക, ധാർമ്മിക, കലാ, സാംസ്കാരിക പരിപാടികളോടുകൂടി 11 ദിവസങ്ങളിലായാണ് ഇത്തവണ ഗണേശോത്സവം നടന്നത്. മല്ലികാർജുന ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച മഹാഗണപതി വിഗ്രഹം ഘോഷയാത്രയായി കൊണ്ടുപോയി വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ ശ്രീലക്ഷ്മി സരോവരത്തിൽ നിമജ്ജനം ചെയ്തതോടെയാണ് ഗണേശോത്സവത്തിന് സമാപനമായത്. കാസർഗോഡ് നഗരത്തിന് ഭക്തിയുടെ നിറവേകി ആയിരങ്ങളുടെ പ്രാർത്ഥനകളും ആരതിയും ഏറ്റുവാങ്ങിയാണ് ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നഗരത്തിലൂടെ നീങ്ങിയത്. വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങളും വേഷങ്ങളും അണിനിരന്നു. മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ബാങ്ക് റോഡ്, ശിവാജി നഗർ, അശ്വിനി നഗർ, നേതാജി സർക്കിൾ, MG റോഡ്, ശ്രീരാമപേട്ട വഴി ഘോഷയാത്ര പുലർച്ചെയോടെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വരദരാജ വെങ്കിട്ടരമണ ലക്ഷ്മി സരോവരത്തിലെത്തിയത്. തുടർന്ന് ഭക്തിയുടെ നിറവിൽ വിഗ്രഹ നിമജ്ജന ചടങ്ങ് നടന്നു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി ധാർമ്മിക സമ്മേളനം, ധ്വജാവരോഹണം എന്നിവയും നടന്നു. ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര കടന്നുപോകുന്നതിനാൽ നഗരത്തിലെ ഓരോ ഇടങ്ങളിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് നിയന്ത്രിക്കുവാൻ പോലീസ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. 70-ാം വർഷമായതിനാൽ സപ്തതി മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷമായ അയുത നാളികേര മഹാഗണപതി യാഗം ഇത്തവണ നടത്തിയിരുന്നു. ഗണേശോത്സവ ചടങ്ങുകളിൽ സംബന്ധിക്കുവാൻ ഓരോ ദിവസങ്ങളിലുമായി ആയിരക്കണക്കിന് ഭക്തരാണ് മല്ലികാർജുന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.